ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞൂസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾ ചെട്ടിഭാഗം മാർക്കറ്റിൽ പോയി നല്ല കായൽ മീൻ മേടിച്ചു. മീൻ്റെ പേര് വെട്ടെന്നും പറയും, ഒറത്തൽ എന്നും പറയും. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയണേന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണേണ്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തത്. ആ ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെള്ളത്തിലിട്ട് വെച്ച പുളി നമ്മളുടെ ഈ പൊടി മുരികിച്ചയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ മീൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല പലനീനൊക്കെ ഉള്ള മീനാണ്. അത് ഓരോന്നോരോന്നായിട്ട് ആ ചാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കറി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പിന്നെ ഇത് നമുക്ക് നല്ലോണം അടച്ച് വെക്കുക. അടച്ച് നല്ലോണം തിളച്ച് അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചാറൊക്കെ കുറുകി അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.